ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2 cube into 3 square into 5 raised to 4 into 11, 2 raised to 5 into 3 cube into 5 square into 7, 2 square into 3 raised to 4 into 5 into 7 square into 11 square. ഇവയുടെ ഉസാഗ കാണുക. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ LCM കണ്ടപ്പോൾ LCM അല്ലെങ്കിൽ ലസാഗു കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ? എല്ലാ സംഖ്യകളിലും ഏറ്റവും വലിയ കൃതിയാണ് നമ്മൾ എടുത്തത് അല്ലേ? ഇവിടെ വരുമ്പോൾ ഇവിടെ HCF കാണാൻ പറയുമ്പോൾ മൂന്ന് നമ്പേഴ്സിന്റെ എക്സ്പോണൻഷ്യൽ ഫോം ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറിയ പവർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടുത്തെ 3 നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 നമ്പറിലും വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഏതൊക്കെ സംഖ്യയാണ് വരുന്നത്? 2 ഉണ്ട് അല്ലെ? 2 എല്ലാ നമ്പേഴ്സിലും ഉണ്ട്. അപ്പൊ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 3ലും നമുക്ക് എന്തുണ്ട്? 2 ഉണ്ട്. അപ്പൊ 2 എടുക്കാം. ഇനി 3 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലോ, 3യും എന്താണ്? 3 നമ്പറിലും വന്നിട്ടുണ്ട്. അപ്പൊ 3 എന്ന് പറയുന്ന ഫാക്ടർ എടുക്കാം. ഇനി ഏതാണ്? 5 ഉണ്ടോ നോക്കിക്കേ. 5ഉം ഉണ്ട് അല്ലെ? 5ഉം 3 നമ്പറിലും വന്നിട്ടുണ്ട്. അപ്പൊ 5 എടുക്കാം. ഇനി 7 എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. ഇല്ല, 7 നമുക്ക് അവസാനത്തെ 2 നമ്പറിലെ എന്ത് വന്നിട്ടുള്ളൂ? 7 വന്നിട്ടുള്ളൂ. മൂന്നാമത്തെ ഏതാണ്? ആദ്യം കിടക്കുന്ന നമ്പറിന് 7 ഫാക്ടർ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ 3ലും വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാവൂ കേട്ടോ. 3 നമ്പറിലും വന്നിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ. അപ്പൊ 7 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി 11 എടുക്കാൻ പറ്റുമോ നോക്കിക്കേ. 11ന്റെ കേസ് എടുക്കുവാണെങ്കിൽ ആദ്യത്തേലും വന്നിട്ടുണ്ട്, അവസാനത്തിലും വന്നിട്ടുണ്ട്. നടുക്കത്തേലും വന്നിട്ടുണ്ടോ? ഇല്ല, 11 വന്നിട്ടില്ല. അപ്പോൾ 11 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മുടെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സംഖ്യകളായിട്ട് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണ്? 2ഉം 3ഉം 5ഉം ആണ്. ഇനി ഇതിന്റെ പവേഴ്സ് നോക്കണം. പവേഴ്സിൽ HCF ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ലോവസ്റ്റ് പവർ ആണ്, ഏറ്റവും ചെറിയ പവർ ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 3 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ പവർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഇപ്പൊ 2 എടുക്കാം. ഇനി അടുത്ത 3 നോക്കിക്കഴിഞ്ഞാലോ, 3ന്റെ പവേഴ്സ് ആയിട്ട് വരുന്നത് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഏറ്റവും ചെറിയത് ഏതാ? 2 അല്ലേ? അപ്പൊ അതിന്റെയും 2 എടുത്തു. ഇനി 5 നോക്കാം. 5ല് 4 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ ഏതാണ്? 1 ആണുള്ളത് അല്ലെ? ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1 എന്ന് വേണം എടുക്കാൻ. അപ്പൊ ഇതിലെ ഏറ്റവും ചെറുത് ഏതാണ്? 1 അല്ലേ? അപ്പൊ 1 വേണം എടുക്കാൻ. 1 മീൻസ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? 5⁻1 കൊടുക്കത്തില്ല, 5 എന്നേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. LCM ആണ് ചോദിക്കുന്നെങ്കിൽ ഹയസ്റ്റ് പവർ എടുക്കുക. HCF ആണ് ചോദിക്കണമെങ്കിൽ ലോവസ്റ്റ് പവർ എടുക്കുക. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ LCMലാണെങ്കിൽ എല്ലാ സംഖ്യകളും എടുത്തിട്ടാണ് നമ്മൾ ഹയസ്റ്റ് പവർ എടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ എത്ര നമ്പർ ആണോ തരുന്നത് ആ നമ്പേഴ്സിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ആളെ മാത്രമേ എന്ത് ചെയ്യാവൂ? എടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്